ഹായ് കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. നമ്മളിന്ന് ഹയർ സെക്കൻഡറി +1 മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റിലെ അടുത്ത അധ്യായം എന്ന് വെച്ചാൽ 3ാമത്തെ അധ്യായമായ ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. അനർഘ നിമിഷം എന്നാണ് കഥയുടെ പേര്. നമ്മുടെ പ്രസിദ്ധനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ നമ്മൾ ബഷീറിൻ്റെ കഥ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് അല്പം നർമ്മം, ചിരി, അല്ലേ, ഹാസ്യപ്രധാനമായ കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഭാഷയാണെങ്കിൽ കുറേ കൂടെ ലളിതമായ ഭാഷയാണ്. ഏവർക്കും എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് പോലും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കഥകളാണ് അദ്ദേഹത്തിൻ്റേത്. എന്ന് വെച്ചാൽ മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. എന്നാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന, നിങ്ങൾക്ക് പഠിക്കാനുള്ള കഥ അനർഘ നിമിഷം. ഈ കഥ അല്പം ഗഹനമായ ഒരു കഥയാണ്. എന്ന് വെച്ചാൽ ബഷീറിൻ്റെ മറ്റു കഥകളെ പോലെ ഉള്ള ഒരു കഥയല്ല ഇത്. അനർഘ നിമിഷം എന്ന് പറഞ്ഞാൽ മൂല്യവത്തായ, അമൂല്യമായ നിമിഷം എന്നാണ്. എന്ന് വെച്ചാൽ വിലമതിക്കാനാവാത്ത നിമിഷം. ആ വിലമതിക്കാനാവാത്ത നിമിഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കാലഘട്ടം, ഇടയിലുള്ള സമയമാണ് അനർഘ നിമിഷം എന്ന രീതിയിൽ നമ്മുടെ സാഹിത്യകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബഷീറിൻ്റെ സൂഫി ചിന്തകളും മറ്റുമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. സൂഫി സന്യാസി വര്യന്മാരോടൊപ്പം കുറച്ചു കാലം അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ സ്വാധീനിച്ച പല കാര്യങ്ങളും നമുക്ക് ഈ കഥയിൽ കാണാം. സത്യത്തിൽ ഒരു കവിതയുടെ അവസ്ഥയിലേക്ക് ഗദ്യം മാറിപ്പോയ ഒരു ഇതാണ്. ഒരു ഗദ്യ കവിതയുടെ രൂപത്തിലാണ്. കവിതയുടെ ഒരു രീതി നമുക്കിതിൽ കാണാം. എന്ന് വെച്ചാൽ കവിതയാകാൻ വെമ്പുന്ന ഗദ്യം എന്ന് പറയാം. കവിതയാകാൻ വെമ്പുന്ന ഒരു ഗദ്യ കഥയാണ് അനർഘ നിമിഷം. അപ്പോൾ അനർഘ നിമിഷം എന്ന് പറഞ്ഞാൽ വാല്യുബിൾ എന്നുള്ള അർത്ഥത്തിലാണ്. അനർഘം എന്ന് പറഞ്ഞാൽ വളരെ മൂല്യവത്തായ, വിലമതിക്കാനാവാത്ത നിമിഷം എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ആ നിമിഷം എന്ന് പറയുന്നത് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കാലഘട്ടമാണ്. ആ നിമിഷത്തെക്കുറിച്ചാണ് നമ്മുടെ ബഷീർ ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കവിതയാകാൻ വെമ്പുന്നൊരു ഗദ്യമാണ് ഈ കഥ എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം, ഇതിലെ ശൈലികളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ആദ്യം ഞാൻ ബഷീറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആ കാര്യം. എന്ന് വെച്ചാൽ ഇത് പറയാൻ കാരണം കൂടിയുണ്ട്. ഞാൻ ആദ്യമേ പറയാൻ കാരണം, ഞാൻ ഈ ബഷീറിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കും. +1 +2 ക്ലാസ്സിലെ കുട്ടികളോട്, ഡിഗ്രി തലത്തിലെ കുട്ടികളോടും ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ കുറേ കൂടിയൊക്കെ വായിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാവും. ഇപ്പോഴുള്ള ഈ +1 +2 ക്ലാസ്സുകളിലെ കുട്ടികൾ പൊതുവെ എല്ലാ കൃതികളൊന്നും വായിക്കുന്ന ശീലം ഇപ്പോൾ കുട്ടികൾക്ക് പൊതുവെ കാണുന്നില്ല. എന്നാൽ അങ്ങനെയല്ലാത്തവരും ധാരാളമുണ്ട്. അപ്പോൾ കുട്ടികളോട് ഞാൻ ചോദിച്ചാൽ, ബഷീറിൻ്റെ കഥകൾ ഏതെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുട്ടികളെല്ലാവരും വായിച്ചിട്ടുണ്ട് എന്നാണ് ഉത്തരം തരുന്നത്. ഏത് കഥയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പാത്തുമ്മയുടെ ആട് എന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടെ വായിച്ചതും ഏതാണ്, ഏറ്റവും അധികം വായിക്കപ്പെട്ട മലയാള സാഹിത്യത്തിലെ എഴുത്തുകാരനാണ് നമ്മുടെ ആധുനിക മലയാള കാലഘട്ടത്തിൽ മലയാള സാഹിത്യത്തിൽ വായിക്കപ്പെട്ട എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുറേ കൃതികളെല്ലാം തന്നെ എല്ലാവർക്കും അറിയാം. എങ്കിലും ചില കൃതികളുടെ പേരുകൾ നമുക്ക് നോക്കാം. ബാല്യകാല സഖി. ഈ ബാല്യകാല സഖി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നോവൽ വായിച്ചവർക്ക്, അത് വായിച്ചവർക്ക് അറിയാം. പിന്നെ അതിലെ കഥാപാത്രങ്ങൾ മജീദും സുഹറയും, ബാല്യകാല സഖി, അതുപോലെ പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു,
ശബ്ദങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, നീലവെളിച്ചം. ഈ നീലവെളിച്ചം എന്ന കഥയാണ് മലയാളത്തിൽ ഭാർഗവീ നിലയം എന്ന സിനിമയായിട്ട് രൂപം കൊണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പല കൃതികളും സിനിമയായിട്ടുണ്ട്. അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, ജന്മദിനം, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, അനർഘ നിമിഷം, വിഡ്ഢികളുടെ സ്വർഗം, മാന്ത്രിക പൂച്ച, താര സ്പെഷ്യൽസ്, ആനപ്പൂട എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ കൃതികൾ ധാരാളം. പ്രധാന കൃതികൾ, ഈ വായിച്ച കൃതികളെല്ലാം തന്നെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോൾ ബഷീറിൻ്റെ കൃതികളെക്കുറിച്ചും മനസ്സിലായി. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പുകൾ തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷം എന്ന കഥയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം. അപ്പോൾ കഥയുടെ തുടക്കം എങ്ങനെയാണ്? അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ കഥയുടെ തുടക്കം, അനർഘ നിമിഷം എന്ന ബഷീറിൻ്റെ കഥയുടെ തുടക്കം തന്നെ ചോദ്യമായിട്ട് പലപ്പോഴും വരുന്നതാണ്. നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഈ ചോദ്യം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും ചോദ്യം? നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം എന്ന് തന്നിട്ട് ഇത് പ്രസിദ്ധമായ ഒരു കഥയുടെ തുടക്കമാണ്. ഏതാണ് ആ കഥ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ആ കഥ ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷം എന്ന കഥ. അപ്പോൾ എന്താ പറഞ്ഞത്? നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ മാത്രമായി അവശേഷിക്കാൻ പോകുകയാണ്. നീ മാത്രം. അപ്പോൾ എന്താണ് പറയണത്? രണ്ട് പേരുണ്ട് ഇവിടെ, നീയും ഞാനും. അവിടെ നീ എന്ന് പറയുന്നത് ദൈവമാവാം, ഈശ്വരനാകാം. പിന്നെ ഞാൻ എന്ന് പറയണത് ഇതിലെ കഥാകാരനിലെ കഥാപാത്രം. അപ്പം നീയും ഞാനും എന്ന യഥാർത്ഥത്തിലുള്ളതിൽ നിന്ന് ഒരാൾ അവശേഷിക്കാൻ പോകുന്നു, മറ്റൊരാൾ ഇല്ലാതാവാൻ പോകുന്നു. അപ്പം ആരാണ് അവശേഷിക്കാൻ പോകുന്നത്? നീ മാത്രം. അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകുകയാണ്. നീ മാത്രം. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ അനർഘ നിമിഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ നിമിഷങ്ങളെയാണ് അനർഘ നിമിഷം എന്ന് വിശേഷിപ്പിച്ചത്. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു. അപ്പം ഇതും മറ്റൊരു രീതിയിൽ ചോദ്യമായിട്ട് വരും. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു. അന്തരംഗം എന്ന് പറഞ്ഞാൽ മനസ്സ്. പെയ്യാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ, ഏത് ഓർമ്മയാണ്? യാത്രയ്ക്കുള്ള സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ ജീവിതം തന്നെ ഒരു യാത്രയാണ്. അപ്പം ഈ യാത്ര അവസാനിക്കുന്നത് എന്തിലാണ്? മരണത്തിലാണ്. അപ്പം അത് എൻ്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു. ഏത് ഓർമ്മ? യാത്രയ്ക്കുള്ള സമയം അടുത്തു കഴിഞ്ഞു എന്നുള്ള ഓർമ്മ. ഏതുപോലെ? പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ. ഈ വാസ്തവം എൻ്റെ സുഹൃത്തുക്കൾ ആരും അറിയുന്നില്ല. പണ്ടേ പടി അവർ എൻ്റെ അടുത്തു വരുന്നു, തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അപ്പം എന്താണ് ഈ വാസ്തവം? ഏത് വാസ്തവം? യാത്രയ്ക്കുള്ള സമയം അടുത്തു കഴിഞ്ഞു എന്നുള്ള വാസ്തവം. അത് കൂട്ടുകാരും അറിയുന്നില്ല. അപ്പം അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പണ്ടേ പോലെ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ പറയുന്ന പോലെ തന്നെ മുമ്പത്തെ പോലെ തന്നെ തമാശകൾ പറഞ്ഞ് എന്ത് ചെയ്യാൻ? അവരെ പൊട്ടിച്ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അപ്പോഴോ അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു, അവരോടൊപ്പം ചിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞതിന് പ്രകാരം അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു, അവരോടൊപ്പം ചിരിക്കുന്നു. പക്ഷെ അതൊന്നും ഉള്ളിൽ തട്ടിയിട്ടുള്ള കാര്യങ്ങളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ കാരണം? എന്തൊക്കെയോ തമാശകൾ ഞാൻ പറയുന്നു, അവരോടൊപ്പം ചിരിക്കുന്നു. ആ ചിരിയുടെ പ്രത്യേകത അടുത്ത സെന്റൻസിലുണ്ട്, ശ്രദ്ധിക്കും. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. അതാണ് ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം. ആ ശൈലി അത് ഓരോ സാധാരണക്കാരൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും ഏറെക്കുറെ ശരിയായൊരു വാക്യമാണ്. അത് അടയാളപ്പെടുത്തിയിടുക. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ചിരിക്കുന്നുണ്ടെങ്കിലും ആ ചിരിയിൽ എന്തുണ്ട്? ദുഃഖമുണ്ട്. പലപ്പോഴും പല ജീവിതങ്ങളും അങ്ങനെയാണ്. പുറമേക്ക്
ചിരിച്ചും സന്തോഷിച്ചൊക്കെ കാണുന്നവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അതാണ് ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ഞാൻ ഇവിടെ ഇല്ലായ്മയിൽ ലയിക്കുവാൻ പോകുന്നു. ഇല്ലായ്മ, അപ്പം ഇല്ലാത്തൊരവസ്ഥ, താൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിന്നും ഇല്ലാതിരുന്ന ഒരവസ്ഥയിലേക്ക്, ഇല്ലായ്മയിലേക്ക് ലയിക്കുവാൻ പോകുന്നു. ഇല്ലായ്മ അപ്രധാനമായൊരു സംഭവം അതോ അതിപ്രധാനമായതോ? അപ്പോൾ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നു. അപ്പോൾ അതെന്താണ്? ആ ജീവിതവും മരണവും അതിനിടയിലുള്ള കാലഘട്ടമാണല്ലോ നമ്മൾ ഈ അനർഘ നിമിഷം എന്ന രീതിയിൽ പ്രതിപാദിച്ചത്. അപ്പോൾ ഈ ഇല്ലായ്മ എന്നുള്ളത് അപ്രധാനമായ ഒരു സംഭവം എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, അതോ അതിപ്രധാനമായതോ? എന്തോ ഉണ്ടായി അതാണോ പ്രധാനം? അപ്പോൾ ജീവിതം തുടങ്ങി, അപ്പം ജീവിക്കുന്നു, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും രണ്ടിൻ്റെയും ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ. അപ്പം ഇവിടെ ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ല, ഇല്ലാതെ ആവുന്നു, ഉണ്ടായിരുന്നു, ഉണ്ട്, പിന്നെന്താണ്? അതങ്ങനെ പോയി ഇല്ലായിരുന്നു എന്നുള്ള, ഇല്ലാതെ ആവുന്നു എന്നുള്ളതിൽ. അപ്പോൾ ഉണ്ട്, ഇല്ല എന്നതിൻ്റെ ഇടയിലുള്ള അനർഘ നിമിഷമാണ് ഞാൻ. വർത്തമാനകാലത്തിൻ്റെ വക്കത്തു നിൽക്കുന്ന ഭൂതകാലം. ശരിയാണത് അല്ലേ? ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഏതാണ്? വർത്തമാനകാലം. കഴിഞ്ഞു പോയതോ ഭൂതകാലം. അപ്പോൾ ഓരോ വർത്തമാനകാലവും എങ്ങനെയാണ്? ഭൂതകാലത്തിലേക്ക് മാറും. അപ്പോൾ വർത്തമാനകാലത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലം. ഇപ്പോൾ നമ്മൾ ഈ നിമിഷം നമ്മുടെ വർത്തമാനകാലമാണ്. പക്ഷേ അതെന്താണ്? ഭൂതകാലത്തിലേക്ക് മാറിപ്പോകാൻ കുറച്ച് സമയം മതി. അപ്പോൾ അതാണ് ഭൂതകാലത്തിൻ്റെ ആ വക്കത്ത് നിൽക്കുകയാണ് നമ്മുടെ വർത്തമാനകാലം. അതിനെ എന്താ പറയുക? വർത്തമാനകാലത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലം. ഓരോ ഭൂതകാലവും വക്കത്താണ്. ഏതിൻ്റെ? വർത്തമാനകാലത്തിൻ്റെ. കാരണം കഴിഞ്ഞു പോയതാണ്. വർത്തമാനകാലം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വർത്തമാനകാലം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. പക്ഷേ ഓരോ ദിവസവും ഇപ്പോൾ ഇന്നലെ എന്നുള്ളത് നമ്മുടെ ഭൂതകാലമായി മാറുകയാണ്. അപ്പോൾ വർത്തമാനകാലത്തിൻ്റെ വക്കത്തു നിൽക്കുന്ന ഭൂതകാലം. ഇന്നലെയിലേക്ക് പരിപൂർണമായി ലയിക്കാറായി ഇന്ന്. അതാണല്ലോ, ഇന്നലെയിലേക്ക് പരിപൂർണമായി ലയിക്കാറായി ഇന്ന്. ഇന്നലെ എന്ന് പറഞ്ഞാൽ അതായി ഭൂതകാലമായി. അപ്പം ഇന്ന് എന്നുള്ളത് വർത്തമാനകാലമാണെങ്കിലും അത് ഇന്നലെയിലേക്ക് പരിപൂർണമായി ലയിക്കാനുള്ള ഇന്നാണ്, അല്ലേ? അപ്പോൾ അതാ പറഞ്ഞത്, ഭൂതകാലത്തിലേക്ക് ലയിക്കും ആ വർത്തമാനകാലം. യുഗങ്ങൾ, മന്വന്തരങ്ങൾ, അനന്തമായ ശാശ്വതമായ ഇന്നലെ. അതുപോലെ ഇവിടെ ധാരാളം യുഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ത്രേതായുഗം, കലിയുഗം, ദ്വാപരയുഗം എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം 4 യുഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ യുഗങ്ങളെല്ലാം എന്താ പറയണത്? കഴിഞ്ഞുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലിയുഗമാണെന്നൊക്കെ നമ്മുടെ കാരണവന്മാർ, പഴയ പ്രായമായവർ പറയുന്നു. കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറയുന്നു. മന്വന്തരങ്ങൾ എന്ന് വെച്ചാൽ മനുവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നു. മനുസ്മൃതിയിലെ കാര്യങ്ങളൊക്കെ. മന്വന്തരങ്ങൾ, അനന്തമായ ശാശ്വതമായ ഇന്നലെ, ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, പറയുന്നു, കേൾക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ എവിടെയാണ്? ആ ശാശ്വതമായ എന്താണ് പറയണത്? ഇന്നലെയിൽ, അല്ലെങ്കിൽ അനന്തമായ അവസാനിക്കാത്ത ആ ഇന്നലകളിൽ ലയിച്ചതാണ് ഇതെല്ലാം. യാത്ര പറയുകയാണ്. കഴിഞ്ഞു, ഇല്ല, കഴിയാൻ പോകുന്നു. അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചു പോയ കോടാനുകോടി ഇന്നലെയിൽ. ഓരോ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ് അല്ലേ? അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചു പോയ കോടാനുകോടി ഇന്നലെയിൽ. ഇതുവരെ ഉണ്ടായിരുന്ന പലരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. എത്രയോ മനുഷ്യർ, നമ്മുടെ പൂർവികന്മാരുടെ കാലഘട്ടം, ഓരോ മനുഷ്യൻ്റെ എടുത്തു നോക്കിയാൽ അവരുടെ അമ്മ, അച്ഛൻ, അത് കഴിഞ്ഞ അവരുടെയും അച്ഛൻ, അമ്മ, ഇനി ഏറി വന്നാൽ അവരുടെയും അച്ഛൻ, അമ്മ, ഇത്രയും മുത്തശ്ശൻ, മുത്തശ്ശി, അതിന് അത്രയും പേരെ നമുക്ക് അറിയാൻ കഴിയൂ. അതിലും മുന്നോട്ട് എത്രയോ തലമുറകൾ ജീവിച്ച് മരിച്ചതാണ് ഇവിടെ ഈ ഭൂമിയിൽ. അപ്പം അതാണ് ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അതുതന്നെയാണ്. എന്താണ്? ലയിച്ചു കോടാനുകോടി ഇന്നലെയിൽ ലയിച്ചു പോയ കുറേ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓരോ മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ശാശ്വതമായി ഇന്നലെയിൽ ലയിക്കാനുള്ളവരാണ്. കോടാനുകോടി ഇന്നലെ. പരിചിതമായവർ ഒരുപാട് പേർ പോയി കഴിഞ്ഞു. നമുക്ക് പരിചിതരായവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് പേരേ നമുക്ക് പരിചയത്തിലുള്ളൂ. ഒരുപാട് പേർ അതിനു മുന്നേ തന്നെ ഇവിടെ നമ്മുടേതായ തലമുറയിലുള്ളവരുണ്ടായിരുന്നു. നമുക്ക് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ഒരുപാട് പേർ പോയി കഴിഞ്ഞു.
അവരെങ്ങോട്ടാണാവോ പോയത്? ഈ മരിച്ചു പോയവരൊക്കെ എവിടേക്കാണാവോ പോയത്? നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരവും ഇസ്ലാം മത വിശ്വാസപ്രകാരവും ക്രിസ്തുമത വിശ്വാസപ്രകാരം ഏത് മതത്തിലെ വിശ്വാസപ്രകാരവും ഒരു പരലോക ജീവിതം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ അത് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം മരിച്ചുപോയവരാരും തിരിച്ചു വരികയോ നമ്മളോട് ഈ കാര്യം പറയുകയോ ചെയ്തിട്ടില്ല. അതാണ് അവരെങ്ങോട്ടാണാവോ പോയത്. എനിക്ക് മുമ്പേ പോയ അനന്തകോടി ഓർമ്മ വെറുതെ ആരംഭത്തിൽ ചെന്ന് തൊടുന്നു. ആരംഭം. അപ്പൊ എന്താണ് ഈ ഭൂമിയിൽ ജീവന്റെ ആരംഭം, എങ്ങനെയാണത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ശാസ്ത്രീയമായി പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന കുറേ കാര്യങ്ങളും ഉണ്ട്. അപാരതയുടെ അത്ഭുത രഹസ്യത്തിന്റെ അജ്ഞാതമായ അതിരിൽ ഞാൻ എത്തിച്ചേർന്നതുപോലെ ദാ ഒരു മുഴക്കം, നാദ ബ്രഹ്മത്തിന്റെ അനന്തമനന്തമായ വിഭ്രമം. അപ്പോൾ ഹൈന്ദവ വിശ്വാസപ്രകാരം ഓങ്കാരം, ഓം എന്ന ശബ്ദത്തിൽ നിന്നുമാണ് ഈ ഭൂമിയിൽ പല കാര്യങ്ങളും ജീവന്റെ ഉത്ഭവം എന്നൊക്കെ പറയുന്നത്. ക്രിസ്തുമത വിശ്വാസപ്രകാരം ആദിയിൽ വചനമുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇസ്ലാം മത വിശ്വാസപ്രകാരവും ഈ രീതിയിലുള്ള ചിന്തകളുണ്ട്. ശബ്ദം, നാദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഈ പ്രപഞ്ചം എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ആത്മീയതയുടെ കാര്യങ്ങളും നമ്മുടെ ആരംഭവും ഈ പ്രപഞ്ചത്തിന്റെ തുടക്കവും ജീവന്റെ ഉത്ഭവവും എന്ന് വെച്ചാൽ എന്നിങ്ങനെയുള്ള ഗഹനമായ പല കാര്യങ്ങളും ഈ വാക്കുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അന്തർലീനമായിട്ടുണ്ട്, നിറഞ്ഞിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ചോദിക്കുകയാണ്, ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാലം ഇത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു സഹിച്ചു. ശരിയാണ്, കാലം ഇത്രയും, ഈ ജീവിതകാലത്തിൽ ഇത്രയും കാലം നീ എന്ന് പറഞ്ഞ ഇവിടെ ദൈവം എന്ന് എടുത്താൽ, ഈശ്വരൻ എന്നെടുത്താൽ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു സഹിച്ചു. വിശ്വാസപ്രകാരം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മുടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള വിശ്വാസം. അപ്പൊ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയണത് അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു സഹിച്ചു. എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം. അതേലോ, നമ്മൾ എന്തു ചെയ്താലും എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം കാണുന്നു, ദൈവം മനസ്സിലാക്കുന്നു എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ അതാണ്, എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘു ഗ്രന്ഥമാണല്ലോ ഞാൻ. അപ്പോൾ വേണമെങ്കിൽ സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘു ഗ്രന്ഥം മാത്രമാണ് ഞാൻ. എന്നാൽ നീ ആരാണ്? നീ എനിക്കിപ്പോഴും ഒരു മഹാ രഹസ്യം. ആരും ദൈവത്തെക്കുറിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ഒരു ചർച്ചയുണ്ട്. ദൈവം ഉണ്ടെന്നും ദൈവം പല രൂപത്തിലാണെന്നും രൂപമില്ലെന്നും അങ്ങനെ ധാരാളം കാര്യങ്ങൾ. അപ്പം അതാണ്, നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യം. കാലം ഇത്രയുമായിട്ടും ഒന്നും എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ല. അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു, അറിയാതെ നിന്നെ ഞാൻ വെറുത്തു, അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ? ഒരു ചോദ്യത്തിലാണ് അവസാനിപ്പിച്ചത്. അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു, അറിഞ്ഞുകൊണ്ട് അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു, അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനിപ്പിച്ചുവോ? അറിയാതെ നിന്നെ ഞാൻ അതിനിടയിൽ എന്ത് ചെയ്തിട്ട് വെറുത്തിട്ടുണ്ട്. അപ്പൊ ചില സമയത്ത് നമ്മൾ ദൈവത്തെ അയ്യോ ദൈവം എന്താണത്, ദൈവം ഇതൊന്നും കാണുന്നില്ലേ ഉള്ള രീതിയിൽ അല്പം കാലുഷ്യത്തോടെ ചിന്തിക്കാറുണ്ട്. അതാണ്, അറിയാതെ നിന്നെ ഞാൻ വെറുത്തു, അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ? ഒരു ചോദ്യം ചിഹ്നിട്ടിട്ടുണ്ട് അവിടെ, ചോദ്യമാണ്. അറിയാതെ നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ? എങ്കിലും നീ എന്നെ സ്നേഹിച്ചു സഹിച്ചു. എങ്കിലും നീ എന്നെ സ്നേഹിക്കുകയും സഹിക്കുകയുമാണ് ചെയ്തത്. ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ എല്ലാ പ്രവർത്തികളും കണ്ടിട്ടുണ്ട്. എന്നെ നീ പരിഹാസപാത്രമാക്കുമോ? അതാണ്, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, നമ്മുടെ എല്ലാ ചെയ്തികളും ചിന്തകളും പ്രവൃത്തികളെല്ലാം ദൈവം കാണുന്നു, അറിയുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് നീ എന്നെ പരിഹാസപാത്രമാക്കുമോ? മറ്റുള്ളവർ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്ത അബദ്ധങ്ങളും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും പലതരം ചിന്തകളും ഒക്കെ ഉണ്ടാവും. അത് മറ്റുള്ളവരുടെ മുന്നിൽ നീ എത്തിക്കുമോ? അതാണ്, നീ എന്നെ നീ പരിഹാസപാത്രമാക്കുമോ? ഞാൻ പോകുകയാണ്, ഏതായാലും ഞാൻ പോകുകയാണ്. ഈ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നിമിഷങ്ങളിലുള്ള ചിന്തകളാണല്ലോ ഇതൊക്കെ. ഏതായാലും ഞാൻ പോകുകയാണ്. നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പം അതാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, യാത്ര പോകുന്നത്. നീയും ഞാനുമായി പരിചയപ്പെട്ടത് എന്നാണ്? പരിചയപ്പെട്ടോ? പിന്നെയും സംശയം.
നീയും ഞാനും തമ്മിൽ പരിചയപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചിട്ട് അടുത്ത നിമിഷം അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ടോ? ഞാൻ ശ്രമിച്ചു, ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു. സ്നേഹമാണ് എല്ലാറ്റിൻ്റെയും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ആ കാര്യം നമ്മുടെ സാഹിത്യകാരൻ പഠിച്ചു. അത് സത്യമാണ്. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ സ്ഥാനമുണ്ടെന്നും എല്ലാവരും ഭൂമിയുടെ അവകാശികളാണെന്നും ഉറക്കെ പ്രഖ്യാപിച്ചു തൻ്റെ കഥയിലൂടെ ഈ കഥാകാരൻ. അതാണ്, ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു. ഇല്ല, ഒന്നും ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു. അജ്ഞത, കാര്യമായി ഒന്നും അറിഞ്ഞില്ല. അതാണ് അജ്ഞത, അറിവില്ലായ്മ. നമ്മളെല്ലാം അങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും ആ ഒരു കാര്യം അറിയാം. നമ്മൾ പലതൊന്നും അറിയുന്നില്ല, എന്തൊക്കെയോ മനസ്സിലാക്കുന്നു എന്നുള്ളതല്ലാതെ എല്ലാം അറിയുന്നവരായിട്ട് ആരും തന്നെ ഇല്ല. അതാണ് അജ്ഞത. കാര്യമായി ഒന്നും അറിഞ്ഞില്ല. വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോകുകയാണ്. സത്യമാണ്, ജനനവും മരണവും അത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പം അതാണ്, വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോകുകയാണ്. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം. അപ്പോൾ കഥയുടെ അവസാനവും ഈ വാക്യത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതുപോലെ അതും ചോദ്യമായിട്ട് വരാം. ഒരു പ്രസിദ്ധമായ കഥയുടെ തുടക്കമാണ് നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ മാത്രമായി അവശേഷിക്കാൻ പോകുകയാണ് നീ മാത്രം എന്നത്. അത് ഏത് കഥയുടെ തുടക്കം എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ഈ സെന്റൻസ് തന്നിട്ട്, ഈ വാക്യം തന്നിട്ട് അത് ഏത് കഥയുടെ അവസാനമാണെന്ന് ചോദിച്ചാലും ഇതേ ഉത്തരമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷം. അപ്പോൾ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. രണ്ടാമത്തെ ചോദ്യമാണ്, ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചോദ്യമാണ്. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ് നീ മാത്രം. അതുപോലെ തന്നെ അതിലെ മറ്റൊരു വാക്യം, യാത്രയ്ക്കുള്ള സമയം വളരെ വളരെ അടുത്തു കഴിഞ്ഞു. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു. എന്നിട്ട് ചോദ്യം എങ്ങനെയാണ്, വാക്കുകളുടെ നൃത്ത ഭംഗിയാണ് കവിതയെങ്കിൽ, നമ്മൾ കവിതയെക്കുറിച്ചുള്ള ഒരു അധ്യായം, ഒരു ലേഖനം പഠിച്ചിട്ടുണ്ടല്ലോ. വാക്കുകളുടെ നൃത്ത ഭംഗിയാണല്ലോ കവിത. കവിതയാണെങ്കിൽ, വാക്കുകളുടെ നൃത്ത ഭംഗിയാണ് കവിതയെങ്കിൽ ഈ പാഠഭാഗം കവിതയാകാൻ വെമ്പുന്ന ഗദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരു കവിതയാകാൻ വെമ്പുന്ന ഗദ്യം പോലെയാണെന്ന്. മുകളിൽ കൊടുത്ത പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായത്തിൻ്റെ സാധുത പരിശോധിക്കൂ. അപ്പം ഞാൻ ഈ പറഞ്ഞെന്ന ആശയങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതാം. അതുപോലെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ അടയാളപ്പെടുത്താൻ പറഞ്ഞിരുന്നു. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ചിരിക്കകത്തുള്ള ദുഃഖം എന്ന ബഷീറിൻ്റെ പരികൽപ്പന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചില ദർശനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പരിശോധിക്കുക. അപ്പം ഇതും വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ അനർഘ നിമിഷം എന്ന കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത കാര്യങ്ങളുമായിട്ട് വരാം. ഓക്കെ.